പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാത്രി 8:30 രാജ്യത്തെ അഭിസംബോധന ചെയ്യും. ഈ ബിൽ പരാജയപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് രാജ്യത്തെ അഭിസംബോധന ചെയ്യാൻ ഇപ്പോൾ പ്രധാനമന്ത്രി തയ്യാറെടുക്കുന്നത്. അർജുൻ പീതാംബരൻ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ഇപ്പോൾ ചേരുന്നുണ്ട്. അർജുൻ, പ്രധാനമന്ത്രി എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്? അർജുൻ, ഡോക്ടർ ഉന്മേഷ്, ഈ വനിതാ സംവരണ ഭേദഗതി ബിൽ ലോക്സഭ കടക്കാതിരുന്ന സാഹചര്യത്തിൽ അതിലുള്ള മറുപടി രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും പ്രതിപക്ഷത്തിനുമുള്ള മറുപടിയായിരിക്കും ഇന്ന് രാത്രി 8:30 പ്രധാനമന്ത്രി നടത്താൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തിൽ നടത്താൻ പോകുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ നമുക്ക് വിവരങ്ങളായി ലഭിക്കുന്നത്. അത് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും രണ്ട് സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കോൺഗ്രസിനെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും ഈ വനിതാ ബില്ലിനെ എതിർത്തു, അത് പാസ്സാക്കാൻ അനുവദിച്ചില്ല എന്നുള്ള കാര്യം ഉയർത്തിക്കാട്ടിക്കൊണ്ട് പ്രതിഷേധം ശക്തമാക്കുകയാണ് ഭരണപക്ഷം. ഏതായാലും അതിൽ നേതൃത്വം നൽകാൻ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ എന്തായാലും തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് 8:30 പ്രതിപക്ഷത്തുള്ള മറുപടി അദ്ദേഹം നൽകുമെന്നുള്ള കാര്യം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏത് തരത്തിലായിരിക്കും കോൺഗ്രസിനെതിരെ കടന്നാക്രമണം ഉണ്ടാവുക എന്നുള്ള കാര്യം തന്നെയാണ് ഏറ്റവും അധികം ഉറ്റുനോക്കപ്പെടുന്നത്. അക്കാര്യങ്ങളെല്ലാം തന്നെ എന്തായാലും 8:30 പ്രധാനമന്ത്രി അഭിസംബോധന നമുക്ക് മനസ്സിലാക്കും. എന്തായാലും എല്ലാ തരത്തിലും ഇതിനോടകം തന്നെ BJP കോൺഗ്രസിനെതിരെയും അതുപോലെ തന്നെ പ്രതിപക്ഷത്തിനെതിരെയും രാജ്യവ്യാപകമായിട്ടുള്ള ഒരു ക്യാമ്പയിനിങ് ഈ വനിതാ സംവരണ ഭേദഗതി ബില്ലിനെ കോൺഗ്രസ് എതിർത്തു എന്നുള്ള കാര്യം ഉയർത്തിക്കൊണ്ട് ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ട് ഏറ്റവും അധികമായും BJPക്ക് അടുത്ത രണ്ട് തിരഞ്ഞെടുപ്പുകൾ, അതായത് തമിഴ്നാടും ബംഗാളും ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അതിൽ ഈ വിഷയം ഉയർത്തി കാണിച്ചുകൊണ്ട് അനുകൂലമാക്കുക എന്നുള്ളൊരു കാര്യം BJP മുന്നിൽ നിർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ആ കാര്യങ്ങളുടെ ആ പദ്ധതികളുടെ ഭാഗമായിട്ട് കൂടിയായിരിക്കും എന്തായാലും പ്രധാനമന്ത്രി ഇന്ന് രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് ഈ വിഷയങ്ങളെല്ലാം ഉയർത്തി കാണിക്കാൻ ശ്രമിക്കുക എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ എന്തായാലും മനസ്സിലാക്കുന്നത്. ഉന്മേഷ്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.